വെൽക്കം ഓൾ. ലെക്ചർ 9 പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ മൈക്രോ പ്രോസസർ എന്ന സബ്ജക്റ്റിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പാർട്ട് 2 വീഡിയോയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ കണ്ടിട്ട് മാത്രം പാർട്ട് 2 വീഡിയോയിലേക്ക് പോവാം. പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8086ൻ്റെ ആർക്കിടെക്ചറാണ്. സോ 8086 മൈക്രോ പ്രോസസറിനെ പറ്റി അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ആദ്യമേ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് പ്രോസസർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1978 and it is the first 16-bit 16-bit മൈക്രോപ്രോസസർ ഫസ്റ്റ് വൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 8086 ആയിരുന്നു. ദെൻ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് ഡിഫറെൻറ്റ് വേരിയേഷൻസ് അവൈലബിൾ ആണ്. 4.7 അറൗണ്ട് 5 ആൻഡ് ദെൻ 10 മെഗാഹെർട്സിൽ അവൈലബിൾ ആണ്. ദെൻ ഇതിൻ്റെ ഡേറ്റാബേസ് 16-bit ആണ്. ഡേറ്റാബേസ് അഡ്രസ് ബേസ് 20-bit ആണ്. ദെൻ ഇതിനകത്ത് ടോട്ടൽ 29,000 ട്രാൻസിസ്റ്റേഴ്സ് അവൈലബിൾ. And next thing is regarding the number of instructions that will execute per second. So it could execute 2.5 million instructions per second. And then regarding the memory, it could access 1 MB, 1 megabyte of memory. And the last thing is it had 22,000 instructions supported by this particular microprocessor. Coming to the architecture. So this is the architecture of 8086. So in this architecture, as you can see, and as already we have discussed in the part 1, this 8086 is having two units. That is, first one is the bus interface unit. Bus interface unit or BIU. And what is the function of this unit? The bus interface unit ആണ് ഇൻസ്ട്രക്ഷൻസ് വെച്ച് ചെയ്യോ, അതുപോലെ തന്നെ ഡേറ്റ റീഡ് ചെയ്യുകയും ചെയ്യുന്നത് മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സിൽ നിന്നൊക്കെ. ആൻഡ് ഓൾസോ പെർഫോംസ് റൈറ്റിംഗ് ഓഫ് ദീസ് ഡേറ്റ ടു ദ മെമ്മറി ഓൺ IO പോർട്സ്. ആൻഡ് ദിസ് തിങ് ഈസ് ഡൺ ബൈ ദ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. സോ അതിൻ്റെ മെക്കാനിസമാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഓക്കെ. ആൻഡ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രജിസ്റ്റേഴ്സും അല്ലെങ്കിൽ കൺവേർട്ടേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സ് ലൈക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. സോ ദീസ് ആർ ദ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് വി ക്യാൻ ഹാവ് IP instruction pointer. Then instruction queue is there. Okay, then we have the address conversion mechanism or that address conversion converter is also here in order to convert to 16-bit address നിന്ന് 20-bit address ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവേർട്ടർ മെക്കാനിസം ആണിത്. So it is also there in the bus interface unit. Then coming to the execution unit എന്താ ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ BIU ഫെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡേറ്റ ഓൾറെഡി ഫെച്ച്ഡ്. സോ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ എക്സിക്യൂഷൻ യൂണിറ്റിലും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി യൂണിറ്റ്സ് അവൈലബിൾ, രജിസ്റ്റേഴ്സ് ആൻഡ് യൂണിറ്റ്സ് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ALU ഉൾപ്പെടെയുള്ള ബാക്കി യൂണിറ്റ്സ് അവൈലബിൾ ആണ്. സോ വിൽ ഡിസ്കസ് ഓൾ ദ രജിസ്റ്റേഴ്സ് ആൻഡ് യൂണിറ്റ്സ് ഇൻ ദ നെക്സ്റ്റ് കമ്മിങ് സ്ലൈഡ്സ്. സോ ഇതിൽ വരുന്ന ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ വരുന്നതാണ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്. സോ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിന് മെയിനായിട്ട് 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ദെൻ ഡേറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ, ദെൻ എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ, ദെൻ സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ. കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡേറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ റിസൈഡ് ചെയ്യുന്നത്. ദെൻ എക്സ്ട്രാ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതും എക്സ്ട്രാ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ തന്നെ യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ്. ദെൻ സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ പോർഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ എല്ലാം ബേസ് അഡ്രസ് ആയിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ. സോ ഇത് എല്ലാ രജിസ്റ്റേഴ്സും 16-bit രജിസ്റ്റേഴ്സ് തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് കമ്മിങ് ടു ദ ഇൻസ്ട്രക്ഷൻ പോയിന്റർ. ഇതും ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ വരുന്നത് തന്നെയാണ്. ഇൻസ്ട്രക്ഷൻ പോയിന്റർ 16-bit ആണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾവേസ് പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് വിത്തിൻ ദ കറൻറ്റ്ലി എക്സിക്യൂട്ടിംഗ് കോഡ് സെഗ്മെന്റ്. അപ്പോൾ അടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന് അഡ്രസ് ആയിരിക്കും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ഇൻസ്ട്രക്ഷൻ പോയിന്റർ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്സിക്യൂഷൻ യൂണിറ്റിലുള്ള കുറച്ച് രജിസ്റ്റേഴ്സിനെ പറ്റിയാണ്. എക്സിക്യൂഷൻ യൂണിറ്റിൽ നമുക്ക് എക്സിക്യൂഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ്. സോ ഇതിനകത്ത് വരുന്ന രജിസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് AX ആണ്. AX എന്ന് പറഞ്ഞ രജിസ്റ്ററിനെ നമുക്ക് അക്യുമുലേറ്റർ എന്ന് പറയാം. സോ ഈ AX രജിസ്റ്റേഴ്സ് എല്ലാം 16-bit രജിസ്റ്റേഴ്സ് ആണ്. ഈ 16-bit രജിസ്റ്റേഴ്സിനെ നമുക്ക് 2 8-bit രജിസ്റ്റേഴ്സ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ലൈക്ക് AH എന്നും AL എന്നും റെപ്രസെൻറ്റ് ചെയ്യും. AH എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഹയർ ഓർഡർ ബിറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. AL എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ലോവർ ഓർഡർ ബിറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ടോട്ടൽ 8+8 16-bit രജിസ്റ്റർ ആണ് AX എന്ന് പറയുന്നത്. സിമിലർലി BX ഉണ്ട്, CX ഉണ്ട്, DX ഉണ്ട്. ഇത് 4 മെയിനായിട്ട് ഇതിൽ വരുന്നത്. ആ 4 രജിസ്റ്റേഴ്സ് നമുക്ക് 8-bit രജിസ്റ്റേഴ്സുമായിട്ട് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് BH എന്നും BL എന്നും
എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാം. സോ AX 16 ബിറ്റ് അക്യുമുലേറ്റർ രജിസ്റ്റർ ആണ്. സോ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്യുമുലേറ്റർ യൂസ് ചെയ്യാറ്. അതിനകത്ത് 8 ബിറ്റ് ആയിട്ട് നമുക്ക് അക്യുമുലേറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ AL രജിസ്റ്റർ ആയിരിക്കും അതിനുവേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ബേസ് രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ബേസ് വാല്യൂസ്, ബേസ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. ബേസ് അഡ്രസ്സിംഗ് മോഡ് എന്താണെന്നുള്ള അഡ്രസ്സിംഗ് മോഡ് നമ്മൾ പറയുമ്പോൾ പറയും. സോ അതിനകത്ത് നമുക്ക് അതിൻ്റെ ബേസ് വാല്യൂസ്, അഡ്രസ്സിൻ്റെ ബേസ് വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ, ഹോൾഡ് ചെയ്യാൻ വേണ്ടി ബേസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ CX എന്ന് പറയുന്നത് കൗണ്ട് രജിസ്റ്റർ ആണ്. കൗണ്ട് രജിസ്റ്റേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പിന്നീട് പഠിക്കും. ഷിഫ്റ്റ്, റൊട്ടേറ്റ്, ലൂപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിനകത്തൊക്കെ നമുക്ക് കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് കൗണ്ടർ വാല്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഡേറ്റ രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഓപ്പറേഷൻസിലൊക്കെ ഡേറ്റ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡേറ്റ രജിസ്റ്റർ യൂസ് ചെയ്യാം. സോ ഇതെല്ലാം 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റാക്ക് പോയിന്ററും അതുപോലെ ബേസ് പോയിന്ററും രജിസ്റ്റർ ആണ്. ഇത് രണ്ടും സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും യൂസ്ഡ് ടു ഹോൾഡ് ദ ഓഫ്സെറ്റ് അഡ്രസ് ഓഫ് ടോപ്പ് സ്റ്റാക്ക് ഓഫ് മെമ്മറി, സ്റ്റാക്ക് മെമ്മറി. സോ സ്റ്റാക്ക് മെമ്മറിയുടെ ടോപ്പിലുള്ള വാല്യൂയിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് പോയിന്റർ യൂസ് ചെയ്യുന്നത്. ദെൻ ബേസ് പോയിന്റർ എന്ന് പറയുമ്പോഴത്തേക്കും യൂസ്ഡ് ടു ഹോൾഡ് ദ ബേസ് വാല്യൂ ഓഫ് ബേസ് അഡ്രസ്സിംഗ് യൂസിങ് SS രജിസ്റ്റർ ടു ആക്സസ് ഡേറ്റ ഫ്രം സ്റ്റാക്ക് മെമ്മറി. സോ ബേസ് അഡ്രസ്സിംഗ് മോഡിലേക്ക് നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് ഹോൾഡ് ചെയ്യാം, അതിൻ്റെ വാല്യൂ, ബേസ് വാല്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബേസ് പോയിന്റർ രജിസ്റ്റർ യൂസ് ചെയ്യാം. Then we have the source index and the data index registers. Source index എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സോഴ്സ് ഓപ്പറൻറ്റ് സോഴ്സ് ഓപ്പറൻറ്റ് വാല്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഴ്സ് ഇൻഡെക്സ്, അതിൻ്റെ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ യൂസ് ചെയ്യാം. ദെൻ ഡേറ്റ ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇത് മെയിനായിട്ട് നമ്മൾ ഈ സ്ട്രിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യാറ്. സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററും ഡേറ്റ ഇൻഡെക്സ് രജിസ്റ്ററും. സോ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ യൂസ്ഡ് ടു ഹോൾഡ് ഇൻഡെക്സ് വാല്യൂ ഓഫ് സോഴ്സ് ഓപ്പറൻറ്റ് ഫോർ സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഇൻഡെക്സ് used to hold the index value of destination operand using for string instructions. Then coming to the flag register. Flag register is also part of the execution unit. സോ ഫ്ലാഗ് രജിസ്റ്ററിനകത്ത് നമുക്ക് 16 ബിറ്റ് ഫ്ലാഗ് രജിസ്റ്റർ ആണ് ഉള്ളത്. ഫ്ലാഗ് രജിസ്റ്ററിനകത്ത് 16 ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിനകത്ത് മെയിനായിട്ട് 9 ബിറ്റ്സ് ആണ് ഡിഫറെൻറ്റ് ഫ്ലാഗ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ അതിൽ മെയിനായിട്ട് ഫ്ലാഗ്സിനെ നമുക്ക് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കണ്ടീഷണൽ കോഡ് ഓഫ് സ്റ്റാറ്റസ് ഫ്ലാഗ്സ് എന്ന് പറയാം. അതിനകത്ത് വരുന്ന ഫ്ലാഗ്സ് എന്ന് പറയുന്നത് ALU പെർഫോം ചെയ്യുന്ന ചില ഓപ്പറേഷൻസിൻ്റെ റിസൾട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫ്ലാഗുകളാണ്. അതിനകത്ത് വരുന്നത് ഈ ഫ്ലാഗുകളൊക്കെയാണ്. ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട്, ദെൻ സൈൻ ഫ്ലാഗ് ഉണ്ട്, സീറോ ഫ്ലാഗ് ഉണ്ട്, ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഉണ്ട്, പാരിറ്റി ഫ്ലാഗ് ഉണ്ട്, ക്യാരി ഫ്ലാഗ് ഉണ്ട്. പിന്നെ മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന ഫ്ലാഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ALU ഓപ്പറേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന അതല്ലാതെ വരുന്ന ഫ്ലാഗ്സുകളാണ്. അത് മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ് ആണ്. അതിനകത്ത് വരുന്നതാണ് ഡയറക്ഷൻ ഫ്ലാഗ്, ദെൻ ഇൻട്രപ്റ്റ് ഫ്ലാഗ്, സോ ട്രാപ്പ് ഫ്ലാഗ്. ഇതൊക്കെ ആ ഒരു ഇൻട്രപ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ട്രാപ്പ് ഈസ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്, അതൊക്കെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന അല്ലെങ്കിൽ സെറ്റ് ആവുന്ന ഫ്ലാഗ്സ് ആണ് ഈ ഫ്ലാഗുകൾ. സോ മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ് ആണ് ഇതെല്ലാം. സോ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫ്ലാഗും എന്താണെന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്സിലറി ക്യാരി എന്ന് പറയുമ്പോഴത്തേക്കും തേർഡ് ഇപ്പം നമുക്ക് 8 ബിറ്റ്സ് ഉണ്ടെങ്കിൽ ഫോർത്ത് 8 ബിറ്റ് ഉള്ള ഒരു വാല്യൂ ആണെങ്കിൽ അതിൻ്റെ ഫോർത്ത് ബിറ്റിൽ നിന്ന് 5th ബിറ്റിലേക്ക് നമ്മൾ ഒരു ക്യാരി വരികയാണെങ്കിൽ അതിനെയാണ് ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത്. സോ 8 ബിറ്റുള്ള കേസിൽ ഫോർത്ത് ബിറ്റിൽ നിന്ന് 5th ബിറ്റിലേക്ക്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ബിറ്റ് 0, ബിറ്റ് 1, ബിറ്റ് 2 എന്നാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കേസിൽ ബിറ്റ് 3യിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ക്യാരി വരുന്നതിനാണ് ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് ക്യാരി ഫ്ലാഗ് ഉണ്ട്. ക്യാരി ഫ്ലാഗ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ 8ാമത്തെ ബിറ്റിൽ നിന്ന് ഒരു ക്യാരി വരുവാണെങ്കിലാണ് നെക്സ്റ്റ് ബിറ്റിലേക്ക്. ഈ കേസിലാണെങ്കിൽ 7th ബിറ്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ക്യാരി വരുമ്പോഴത്തേക്കുമാണ് നോർമലി നമ്മുടെ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവുന്നത്. ദെൻ സൈൻ ഫ്ലാഗ് ഉണ്ട്. നമ്മുടെ റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. ദെൻ സീറോ ഫ്ലാഗ് ഉണ്ട്. റിസൾട്ട് 0 ആണെങ്കിൽ സീറോ ഫ്ലാഗ് സെറ്റ് ആവും. പാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് വൺസ് ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 0 ആയിരിക്കും. ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 1 ആവും. സിമിലർലി ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട്. ഓവർഫ്ലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് സെറ്റ് ആവും. ദെൻ ട്രാപ്പും ഡയറക്ഷനും ഇൻട്രപ്റ്റ് ഫ്ലാഗും എന്ന് പറയുന്നത് അത് 3 മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ് ആണ്. അത് അതിൻ്റെ ആ കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും അത് സെറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇത്രയും ഫ്ലാഗ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ദെൻ ഇതിൻ്റെ ഒരു സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു എല്ലാ രജിസ്റ്റേഴ്സിൻ്റെ ഒരു സമ്മറിയാണിത്. ദെൻ അതിനകത്ത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് AX, BX, CX, DX എന്ന് പറയുന്നത്. സോ ആ 4 രജിസ്റ്റേഴ്സിനെ നമുക്ക് 16 ബിറ്റ് ആയിട്ടും 8 ബിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. 16 ബിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ 8 ബിറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ഹയർ ഓർഡർ ബിറ്റ്സും ലോവർ ഓർഡർ ബിറ്റ്സും ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ പോയിന്റർ രജിസ്റ്റേഴ്സിൽ വരുന്നതാണ് സ്റ്റാക്ക് പോയിന്ററും ബേസ് പോയിന്ററും രജിസ്റ്റേഴ്സ്, അത് രണ്ടും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൽ വരുന്നതാണ് അതും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. SIയും DIയും സോഴ്സ് ഇൻഡെക്സും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സും രജിസ്റ്റേഴ്സ് ആണ്. സോഴ്സ് ഇൻഡെക്സും സോഴ്സ് ഓപ്പറൻറ്റും അതുപോലെ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റും വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇൻസ്ട്രക്ഷൻ പോയിന്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസ്ട്രക്ഷൻ പോയിന്റർ നമ്മൾ BIU യൂണിറ്റിലാണ് പറയുന്നത്. അത് 16 ബിറ്റ് രജിസ്റ്റർ ആണ്. BIU മീൻസ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിലാണ് പറയുന്നത്. ദറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ പോയിന്റർ. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതാണ്. ദെൻ സെഗ്മെന്റ് രജിസ്റ്റേഴ്സും BIU യൂണിറ്റിലാണ് പറഞ്ഞത്. അതും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. അതിനകത്ത് 4 ടൈപ്പ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ് വരുന്നത്: CS, DS, SS, ES. ദറ്റ് ഈസ് കോഡ് സെഗ്മെന്റ്, ഡേറ്റ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ് ആൻഡ് എക്സ്ട്രാ സെഗ്മെന്റ്. ദെൻ ലാസ്റ്റ് പറയുന്നത് ഫ്ലാഗ് ആണ്. ഫ്ലാഗ് ഓർ അതിന് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്നും പറയും രജിസ്റ്ററിന്. ഫ്ലാഗ് രജിസ്റ്റർ is also known as program status word register, that is PSW. That is also 16 bit. So ഇത് വരുന്നത് എക്സിക്യൂഷൻ യൂണിറ്റിലാണ്. ALUവിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് അതിനെ റിസൾട്ട് ബേസ് ചെയ്തിട്ട് റിസൾട്ടിനെ റിഫ്ലക്ട് ചെയ്തിട്ട് വരുന്ന ചേഞ്ചസ് വരുന്ന ഫ്ലാഗ് രജിസ്റ്റർ ആണ് PSW അല്ലെങ്കിൽ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് സമ്മറി ആയിട്ട് പറയാനുള്ളത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ആർക്കിടെക്ചർ ഓഫ് 8086 മൈക്രോ പ്രോസസറിനെ പറ്റിയാണ്. നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ എ മെമ്മറി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ മെമ്മറി ദാറ്റ് കണ്ടെയ്ൻസ് 32K മെമ്മറി റിക്വയർസ് ഹൗ മെനി ഡിഫറെൻറ്റ് അഡ്രസ്സസ്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇപ്പം നമ്മൾ 64K മെമ്മറി ആണെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ 64K മെമ്മറി ഉള്ള ഒരു കേസിൽ അതിനകത്ത് ടോട്ടൽ വരുന്ന 64K മെമ്മറി യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ടോട്ടൽ എത്ര അഡ്രസ്സസ് വരും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 64K എന്ന് പറയുമ്പോഴത്തേന് ദാറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ലൈക്ക് 2 raised to 6 എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ഈ വാല്യൂവിനെ നമുക്ക് ഈ 2 raised to 6 എന്നുള്ള വാല്യൂ വെൻ വി മൾട്ടിപ്ലൈ വിത്ത് 1 ഒരു K എന്ന് പറയുന്നത് 1024 ആണ്. ഓക്കെ, 1024 ആണ് 1K എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ടോട്ടൽ 64K എന്ന് പറയുമ്പോഴത്തേക്കും 64 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. 1024നെ നമ്മൾ 64 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഒബ്റ്റെയിൻ 536 എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും നമുക്ക് 536. സോ ഇത്രയും മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും നമുക്ക്, അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സസ് ആയിരിക്കും നമുക്ക് ആ പർട്ടിക്കുലർ മെമ്മറിയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കിട്ടുക. ഓക്കെ, സോ 64K മെമ്മറിയിൽ. ഇനി 32K മെമ്മറി ഇവിടെ പറഞ്ഞിരിക്കും. 32K മെമ്മറിയുടെ കേസിൽ അതിനകത്ത് നമുക്ക് പറയാം ടോട്ടൽ 1024 ആണ് ഒരു K എന്ന് പറയുന്നത്. സോ അതിനകത്ത് 32K എന്ന് പറയുമ്പോഴത്തേക്കും 1024. 32K എന്ന് പറയുമ്പോൾ 1024 into 32 ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. Here the answer is 32768 മെമ്മറി അഡ്രസ്സസ് നമുക്ക് കിട്ടും. അത്രയും മെമ്മറി അഡ്രസ്സസ് യൂസ് ചെയ്യാൻ പറ്റും ഒരു 32K മെമ്മറിയിൽ. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ B, that is 32768. The next is register which keeps track of the execution of a program and which contains the memory address of the instruction currently being executed is called. So currently execute ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ എക്സിക്യൂഷൻ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കീപ് ട്രാക്ക് ചെയ്യുന്നതും അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ ആണ് ആ രജിസ്റ്റർ. സോ പ്ലീസ് നോട്ട് പ്രോഗ്രാം കൗണ്ടർ ആൻഡ് ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ C. Then അടുത്ത ക്വസ്റ്റ്യൻ, രജിസ്റ്റർ യൂസ്ഡ് ആസ് എ വർക്കിംഗ് ഏരിയ ഇൻ CPU. CPUവിൽ നമുക്ക് ഒരു വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അരിത്മെറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ D, that is accumulator. Okay, so it acts as the working area in CPU. The register used as a working area in CPU is the accumulator. Option D is the correct answer. So these are the different questions from the previous year question papers. We will discuss more questions in the coming videos.